2027 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇപ്പോഴേ ഒരുക്കങ്ങൾ ആരംഭിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? BJPയെ സംബന്ധിച്ച് ഇതൊന്നും അതിശയകരമായ കാര്യമല്ല. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2027 അതിന് 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ BJP ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. പ്രത്യേക കർമ്മ പദ്ധതിയുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് BJP. പ്രത്യേകിച്ച് RSSുമായി സംയോജിതമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് BJP ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ മാസം നിരവധി യോഗങ്ങൾ നടന്നിരുന്നു ഉത്തർപ്രദേശിലെ വിവിധ നഗരങ്ങളിൽ. RSSന്റെ മുതിർന്ന കാര്യകർത്താക്കളും അതുകൂടാതെ തന്നെ BJP മന്ത്രിമാർ, ഉത്തർപ്രദേശിലെ BJP മന്ത്രിമാർ, അതുകൂടാതെ BJP നേതാക്കൾ ഇവരെല്ലാം സന്നിഹിതരായിരുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഡോക്ടർ മോഹൻ ഭാഗവതുമായി, RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതുമായി 1 മണിക്കൂറിലേറെ ചർച്ച നടത്തിയിരുന്നു. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഒരു പ്രധാന വിഷയമെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ഇത്തവണ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടെ മുന്നോട്ട് പോകാനാണ് RSSും BJPയും തയ്യാറെടുക്കുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ തിരിച്ചടി അതൊരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു. കാരണം ഉത്തർപ്രദേശിൽ BJP പ്രതീക്ഷിച്ചൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല. 70-ലധികം സീറ്റുകൾ ലക്ഷ്യമിട്ട പാർട്ടിക്ക്, BJPക്ക് കിട്ടിയത് 33 സീറ്റുകൾ മാത്രമാണ്. BJPക്ക് ദേശീയ തലത്തിൽ ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഉത്തർപ്രദേശിലെ മോശം പ്രകടനം തന്നെയാണ്. അതിന് ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഒന്ന്, RSS വളരെ സജീവമായിട്ട് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ തന്നെ ഉത്തർപ്രദേശ് ഗവൺമെൻറ്റും BJP സംസ്ഥാന നേതൃത്വവും തമ്മിൽ ചെറിയ ഭിന്നതകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ നടത്താൻ BJPക്ക് സാധിച്ചിരുന്നില്ല. എന്തായാലും ആ തിരിച്ചടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കരകയറാൻ ഉത്തർപ്രദേശിൽ BJPക്ക് സാധിച്ചു. മാസങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ ഗംഭീര വിജയമാണ് BJP നേടിയത്. 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 7ലും വിജയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം വളരെ സംയോജിതമായിട്ടാണ് ഇപ്പോൾ BJPയും RSSും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയ കർമ്മ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. RSSനെ സംബന്ധിച്ച് ഏത് വിധേനയും BJPയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരിക, ഉത്തർപ്രദേശിൽ വീണ്ടും അധികാരത്തിൽ ഏറ്റുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ടാർഗറ്റ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംയോജിത പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. ഒരു ത്രിവേണി കോർഡിനേഷൻ കമ്മിറ്റി എന്നുള്ള രീതിയിൽ RSSനെയും BJP സംസ്ഥാന നേതാക്കളെയും അതുകൂടാതെ സംസ്ഥാന സർക്കാരിനെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പദ്ധതി. ഇപ്പോൾ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി എന്തൊക്കെ പ്രശ്നങ്ങൾ ഇനിയും ബാക്കിയുണ്ട്, ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ പരിഹരിക്കാനുണ്ട്, ഇതെല്ലാം കൃത്യമായി കണ്ടെത്തി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനാണ് RSS ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിനു വേണ്ടി ഒരു സംയോജിതമായിട്ടുള്ള ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കും. അതിനുശേഷമായിരിക്കും വിവിധ സ്ഥലങ്ങളിലേക്ക് പ്രവർത്തകർ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു മാറ്റമാണ്. കാരണം ബീഹാറിലെ ഇലക്ഷന് ശേഷം കൃത്യമായി അതേ പാതയിൽ തന്നെ ഉത്തർപ്രദേശിലും BJP മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ച് ഇപ്പോൾ ഉത്തർപ്രദേശിൽ യോഗി സർക്കാർ വന്നതിന് ശേഷമുള്ളൊരു മാറ്റം എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് വികസനം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം, അതുകൂടാതെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് ഉത്തർപ്രദേശിൽ മുന്നോട്ട് പോവുകയാണ്. ഉത്തർപ്രദേശിൻ്റെ സമ്പദ് വ്യവസ്ഥ വളരെ ശക്തിയാർജിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സംസ്ഥാനത്തേക്ക് വന്നത് യോഗി സർക്കാർ വന്നതിന് ശേഷം. ക്രമസമാധാന നിലയിലെ മാറ്റം, ക്രമസമാധാന പരിപാലനത്തിലുണ്ടായ മാറ്റം, അതൊക്കെയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഫാക്ടർ. അപ്പം യോഗി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശ് വികസനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുന്ന ഈ ഒരു സന്ദർഭത്തിലാണ് മറ്റൊരു തെരഞ്ഞെടുപ്പിനെ BJP അഭിമുഖീകരിക്കാൻ പോകുന്നത്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ളൊരു പോസിറ്റീവ് സമീപനം BJPക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ RSSൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമാകുന്നതോടുകൂടി ഈ കോൺഗ്രസും മറ്റ് കക്ഷികളും, പ്രത്യേകിച്ച് അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയൊക്കെ നടത്തുന്ന ജാതീയമായിട്ടുള്ള കുത്തിത്തിരിപ്പുകൾ അതിനെ മറികടക്കാൻ കഴിയുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ കുത്തിത്തിരിപ്പുകൾ, പ്രത്യേകിച്ച് ജാതീയമായി ഹിന്ദുക്കളെ വിഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഈ സമാജ്വാദി പാർട്ടിയുടെയും ഇന്ത്യ മുന്നണിയുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു അവസരം കൊടുക്കാത്ത രീതിയിൽ തന്നെ ഹിന്ദുക്കളെ ഒന്നിച്ചു കൊണ്ടുപോകാനാണ് ഇപ്പോൾ കർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഉത്തർപ്രദേശിലെ ഹിന്ദുക്കളെ ജാതീയമായിട്ട് വിഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് അഖിലേഷ് യാദവ് മുസ്ലിം യാദവ് കോമ്പിനേഷൻ അപ്പുറത്തേക്ക് ഉള്ള ഒരു ഫോർമുലയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ മുസ്ലിം യാദവ് കോമ്പിനേഷൻ വെച്ച് വിജയിക്കാനാണ് അഖിലേഷ് യാദവ് ശ്രമിക്കാറ്. പക്ഷേ ബീഹാറിലെ അനുഭവം അഖിലേഷിന് മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഫോർമുല, അതായത് യാദവരല്ലാത്ത മറ്റ്
പിന്നാക്ക വിഭാഗക്കാരെയും ദളിതരെയൊക്കെ തൻ്റെ ഒപ്പം ചേർക്കാനുള്ള ഒരു ശ്രമങ്ങളാണ് അഖിലേഷ് യാദവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചിരുന്നു ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് RSS BJPക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. RSSൻ്റെ സഹായമുണ്ടായിരിക്കും. ദളിത് ബസ്തികളിലും അതുകൂടാതെ തന്നെ പിന്നാക്ക മേഖലകളിലൊക്കെ കൂടുതൽ ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് സർക്കാരിനെ കൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് RSS നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ ഒരു കർമ്മ പദ്ധതി തന്നെയാണ് BJPയെ സംബന്ധിച്ച്. ഏത് വിധേനയും ഉത്തർപ്രദേശ് പിടിക്കുക, വീണ്ടും യോഗിയെ അധികാരത്തിലേറ്റുക എന്നുള്ളത് തന്നെയാണ് RSSൻ്റെ ലക്ഷ്യം. യോഗിയും RSSും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്തകളാണ് വരുന്നത്. യോഗി മിക്കവാറും ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റായി മാറിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പോപ്പുലാരിറ്റി തന്നെയാണ്. കാരണം ഒരു കരുത്തനായ ഭരണാധികാരി, കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നൊരു ഭരണാധികാരി, അതാണ് യോഗി ആദിത്യനാഥിനെ വ്യത്യസ്തനാക്കുന്നത്. അപ്പം എന്തായാലും ഉത്തർപ്രദേശ് പിടിക്കാൻ വളരെ സംയോജിതമായിട്ടുള്ള നീക്കങ്ങളുമായി RSSും BJPയും മുന്നോട്ട് പോവുകയാണെന്നുള്ള വാർത്തകളാണ് വിവിധ ദേശീയ മാധ്യമങ്ങളൊക്കെ നൽകുന്നത്.